പള്ളിയിൽ മേളപ്പെരുക്കം തീർക്കാൻ ഫാദർ ജോമോൻ വട്ടത്തറ. കോവിൽമല സെന്റ് ജോസഫ് പള്ളിയിൽ ഇനി ചെണ്ടമേളത്തിന്റെ താളവും. സാംസ്കാരിക വകുപ്പിന്റെ സൗജന്യ ചെണ്ട പരിശീലനത്തിൽ പങ്കാളിയായി കോവിൽമല പള്ളി വികാരി ഫാദർ ജോമോൻ വട്ടത്തറ. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന്റെ സൗജന്യ കലാപരിശീലന പദ്ധതിയായ വജ്ര ജൂബിലി ഫെലോഷിപ്പിന്റെ ഭാഗമാകാൻ ഇനി ഫാദർ ജോമോൻ വട്ടത്തറയും. കാഞ്ചിയാർ കോവിൽമല സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ ജോമോൻ വട്ടത്തറയാണ് സാംസ്കാരിക വകുപ്പിന്റെ സൗജന്യ കലാപരിശീലന പദ്ധതിയിൽ ചെണ്ട പരിശീലനം ആരംഭിച്ചത്. അരുണാചൽ പ്രദേശ് ഡാമിൻ സെന്റ് പീറ്റേഴ്സ് പള്ളി വികാരിയായിരുന്ന ഫാദർ ജോമോൻ ഒരു മാസം മുമ്പാണ് കോവിൽമല സെന്റ് ജോസഫ് പള്ളി വികാരിയെ ചാർജ് എടുത്തത്. ഇതിനിടയിൽ മാധ്യമങ്ങളിലൂടെ സാംസ്കാരിക വകുപ്പിന്റെ സൗജന്യ കലാപരിശീലന പദ്ധതിയെക്കുറിച്ചറിയുകയും പദ്ധതിയുടെ കോർഡിനേറ്റർ എസ് സൂര്യലാലുമായി ബന്ധപ്പെടുകയുമായിരുന്നു. തുടർന്ന് ചെണ്ടയിൽ ഫെലോഷിപ്പ് ലഭിച്ച ബാബു മാത്യുവിനെ ഫാദർ ജോമോൻ പരിശീലകനായി നിയോഗിക്കുകയായിരുന്നു. വളരെ യാദൃശ്ചികമായിട്ടാണ് കേരള സർക്കാരിൻ്റെ സംസ്കാരിക ഫെലോഷിപ്പിനനുബന്ധിച്ചുള്ള ഈ പദ്ധതി അറിയുവാനായിട്ട് സാധിച്ചത്. ഉടൻ തന്നെ ഞാൻ സൂര്യലാൽ സാറുമായിട്ട് ബന്ധപ്പെട്ട് സാറിന് അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഇപ്പോൾ പള്ളിയുടെ നേതൃത്വത്തിൽ സെൻറ്റ് ജോസഫ് പള്ളിയുടെ നേതൃത്വത്തിൽ ധാരാളം കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും ഉള്ള ചെണ്ട പരിശീലനം ഇവിടെ നടത്താൻ പോവുകയാണ്. അപ്പോൾ അതിനോട് സഹകരിച്ച എല്ലാവർക്കുള്ള അഭിനന്ദനങ്ങളും പ്രത്യേകമായിട്ടുള്ള നന്ദിയും അറിയിക്കുകയാണ്. പള്ളി വികാരിക്കൊപ്പം ഇടവകയിലെ നിരവധി പേർ ചെണ്ട പരിശീലനം ആരംഭിച്ചിട്ടുണ്ട്. കുട്ടിക്കാലം മുതൽക്ക് ചെണ്ടമേളം തന്നെ ഏറെ ആകർഷിച്ചതായും പള്ളിയിലെ തിരുനാളിന് ചെണ്ടമേളം അവതരിപ്പിക്കാനുള്ള ശ്രമത്തിലാണെന്നും ഫാദർ ജോമോൻ വട്ടത്തറ പറയുന്നു. ഇരട്ടയാർ സെന്റ് തോമസ് പള്ളിയിലും തങ്കമണി സെന്റ് തോമസ് പള്ളിയിലും സഹവികാരിയായിരുന്ന ഫാദർ ജോമോൻ ബദേൽ വട്ടത്തറ ജോസഫിന്റെയും പരേതയായ ലീലാമ്മയുടെയും മകനാണ്. പ്രായഭേദമന്യേ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗത്തിലുമുള്ള ജനങ്ങൾക്ക് സൗജന്യമായി കല പരിശീലിക്കാനുള്ള അവസരമാണ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. സൗജന്യ കലാപരിശീലന പദ്ധതിയിൽ ലളിതകലകൾ, ക്ലാസിക്കൽ കലകൾ, അഭിനയകല, നാടോടി കലകൾ എന്നീ കലാവിഭാഗങ്ങളിൽ 40-ലധികം കലാവിഷയങ്ങളിലാണ് പരിശീലനം നൽകുന്നത്. ഇടുക്കി ജില്ലയിൽ കട്ടപ്പന, തൊടുപുഴ, നെടുങ്കണ്ടം, അടിമാലി ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് കീഴിലാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്. സമൂഹത്തിൽ കലാവബോധം വളർത്തുകയും സാധാരണക്കാരുടെ ഇടയിൽ നിന്നും കഴിവുറ്റ കലാകാരന്മാരെ കണ്ടെത്തി വളർത്തിയെടുക്കുകയും ചെയ്യുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ എസ് സൂര്യലാൽ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.